ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. പിന്നെ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ പൊടികളും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒന്നിച്ച് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായി പോവും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 1/2 കപ്പിനേക്കാളും 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ അത്രയാണ് വെള്ളം എനിക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആ ബാറ്ററിൽ ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 200 ഗ്രാം പനീർ എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തോരം കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് പൗഡർ എവിടെയും കട്ട പിടിച്ച് കിടക്കരുത് കേട്ടോ. അതുപോലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വേണം സോഡാപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാനായിട്ട്. ഒത്തിരി നേരം സോഡാപ്പൊടി ഇട്ടിട്ട് വെക്കരുത്. ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പനീറിൻ്റെ ഓരോ പീസുകളും ബാറ്ററിലേക്ക് നന്നായി മുക്കി ഇതുപോലെ നന്നായിട്ട് ബാറ്റർ ആ പനീറിൻ്റെ മീതെ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അല്ലാന്നുണ്ടെങ്കിൽ അതായത് ലൂസ് കൂടുതലായി പോവുകയാണെന്നുണ്ടെങ്കിൽ പനീറിൻ്റെ മീതെ ഇതുപോലെ കോട്ടിംഗ് ആയിട്ട് കിട്ടില്ല കേട്ടോ. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ ബാറ്റർ മുക്കിയിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം എണ്ണ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം എണ്ണ കുറവായി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കോട്ടിങ് ഇങ്ങനെ പൊളിഞ്ഞ് അടർന്നു പോരും. അപ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് എണ്ണയിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിലാണ് നല്ല പോലെ കവറിങ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി അത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു സ്നാക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ആണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഗ്രീൻ ചില്ലി സോസ് അത്രയും ടൊമാറ്റോ സോസിൻ്റെ അത്രയും ടേസ്റ്റ് വരുന്നില്ല, എങ്കിലും അതിൽ മുക്കി കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. വെറുതെ കഴിക്കാനാണെങ്കിലും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.